Morning, students. Today we are going to learn about understanding the job description and researching the company. എങ്ങനെയാണ് നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ നമ്മൾ ആ കമ്പനിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കമ്പനീനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? നമ്മളെപ്പോഴും ഒരു ജോലിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ നമുക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയാസിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അയച്ചു തന്നിരിക്കുന്ന ആ പെർട്ടിക്കുലർ കമ്പനിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇന്റർവ്യൂ അയക്കുന്നത്. അപ്പോൾ അതില് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇത്ര വയസ്സുള്ള ഒരാളെ വേണം, അല്ലെങ്കിൽ ഇന്ന ടൈറ്റിലാണ് ജോബ് ഉള്ളത്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അത് വളരെ മസ്റ്റാണ്. നമ്മളത് ഒരു ജോലിക്ക് പോകുന്നതിന് മുന്നേ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കണം. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ നമ്മുടെ റെസ്യൂമെ അയച്ചു കൊടുക്കേണ്ടത്. കാരണം നമ്മൾ നമ്മുടെ റെസ്യൂമെ അയച്ചു കൊടുക്കുമ്പോൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ചില ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ആ അവരുടെ സ്കിൽസ്, എബിലിറ്റീസ്, ക്വാളിഫിക്കേഷൻസ്, അല്ലെങ്കിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ റെസ്യൂമയിലും കൂടെ ഉൾപ്പെടുത്തുവാണെങ്കിൽ അവരത് ഫിൽട്ടർ ചെയ്തെടുക്കുമ്പോൾ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷനോട് സാമ്യമുള്ള റെസ്യൂമേഴ്സ് അവർ പെട്ടെന്ന് കണക്ട് ചെയ്യുകയും നമ്മളെ തന്നെ അവര് ഇന്റർവ്യൂവിന് വിളിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു ടിപ്പും കൂടെയാണ്. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയുന്നത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ആൻഡ് റിസർച്ചിങ് ദ കമ്പനി ഇസ് എ മസ്റ്റ് വേ യു ഹാവ് ടു ഡു ബിഫോർ ഗോയിങ് ആൻ ഇന്റർവ്യൂ. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക, അതായത് അവരുടെ ജോബിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതും ആ കമ്പനിയെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതും. കമ്പനിയെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്? നമുക്ക് അറിയാത്തൊരു കമ്പനിയുടെ ഇന്റർവ്യൂ ആയിരിക്കാം നമ്മളെ വിളിക്കുന്നത്. പക്ഷെ അതിന് നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ആ കമ്പനിയുടെ ഹിസ്റ്ററി നമ്മൾ പഠിക്കുക, ഗൂഗിളിൽ കയറുക, അവരുടെ കമ്പനിയെ കുറിച്ച് അറിയുക, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവിടുത്തെ മെയിൻ പ്രോഡക്ട്സ്, അവരുടെ സർവീസസ് ഏതൊക്കെയാണ്. ഇപ്പോൾ ഒരു ഷിപ്പിംഗ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവരവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഫോർവേഡിങ് കമ്പനിയാണോ, അല്ലെങ്കിൽ അവരൊരു ഷിപ്പിംഗ് ലൈൻ ആണോ, അല്ലെങ്കിൽ അവര് വെയർ ഹൗസ് ഉള്ള ഒരു കമ്പനിയാണോ, അല്ലെങ്കിൽ അവരിതിൽ പ്രോഡക്റ്റ് മാനുഫാക്ചേഴ്സ് ആണോ, അല്ലെങ്കിൽ മാനുഫാക്ചർ ആണെങ്കിൽ എന്താണ് പ്രോഡക്ട്സ് അവരവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ആ കമ്പനിയെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്ത് പഠിച്ചിട്ട് വേണം ഇന്റർവ്യൂവിന് പോകാൻ. അതുപോലെ അവർ ഓൺലൈനിൽ അവർ സോഷ്യൽ മീഡിയാസിൽ ആക്റ്റീവ് ആണോ, അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ, അവർ സോഷ്യൽ മീഡിയാസിൽ അവരുടെ ഇൻഫ്ലുവൻസ് എന്താണ്, അവർ അപ്ഡേറ്റ് സ്റ്റോറീസ് ചെയ്യുന്ന ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ കമ്പനിയാണോ എന്നിങ്ങനെ എല്ലാം നമ്മൾ ആ കമ്പനിയുടെ ബേസിക് ആയിട്ടുള്ള ഒരു മിനിമം കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് വേണം നമ്മളൊരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവിടെ ചെന്നിരുന്നതിന് ശേഷം അവര് ഹൗ ഡു യു നോ അബൌട്ട് അവർ കമ്പനി, അല്ലെങ്കിൽ വാട്ട് ഡു യു നോ അബൌട്ട് അവർ കമ്പനി, നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് എന്തറിയാം എന്ന് ചോദിക്കുമ്പോൾ, സാർ ഞാനിങ്ങനെ പത്രത്തിൽ കണ്ടതാണ്, ഞാനപ്പോൾ ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യാണ്, അതല്ല ഒരു പ്രോപ്പർ മറുപടി. നമ്മൾ ആ കമ്പനിയുടെ കാര്യങ്ങൾ അവരോട് തന്നെ പറയുന്നു. ഈ കമ്പനിയെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ, കൂടുതൽ പഠിച്ചപ്പോൾ, ഇത്രയും വർഷം മാർക്കറ്റിൽ വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിലെ മാനുഫാക്ചേഴ്സ് ഉള്ള ഒരു കമ്പനിയാണ്. സോ ഇവിടുത്തെ പ്രോഡക്റ്റ് മെയിൻ ഇതാണ്, അല്ലെങ്കിൽ ഇവിടെ ഇന്ന സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്കറിയാം. ഇവിടുത്തെ ചെയർമാൻ ഇന്ന ബേസ്ഡ് രാജ്യത്തെ ആളാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ആൾ തന്നെയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഒരാളാണ് ഇതിന്റെ ഓണ്ടർപ്രണർ എന്ന് പറയുന്നത്. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. സോ ഇതിൽ കുറെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്, ഇതിൽ ഡയറക്ടേഴ്സ് ഉണ്ട്, ഇത്ര ഡയറക്ടേഴ്സ് ഇറങ്ങുന്ന ഒരു കമ്പനിയാണിത്. അപ്പൊ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്ക് അത് വളരെ ഇൻട്രസ്റ്റ് ആവും. കാരണം അവരുടെ കമ്പനിയെ കുറിച്ച് പഠിച്ചിട്ടാണ് ഒരാൾ ഇന്റർവ്യൂവിൽ വരുന്നത്. അത് അവർക്ക് ഗുണം ചെയ്യും. കാരണം അവരുടെ കമ്പനിയെ കുറിച്ച് കൂടുതൽ അറിയുന്ന ഒരാളാകുമ്പോൾ അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള അവരുടെ താല്പര്യവും കൂടും. അപ്പോൾ അത് വളരെ ഒരു അഡ്വാൻസ്ഡ് ആണ്. ഒരു ഇന്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ നമ്മളൊരു കമ്പനിയെ കുറിച്ച് പഠിച്ചിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷനിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഇപ്പൊ പറയുന്നത് നിങ്ങൾ നോക്കണം. ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആദ്യം ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക. അപ്പോൾ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പല കാര്യങ്ങളും, ഇപ്പൊ നമ്മൾ ഇപ്പൊ PSC എക്സാംസ് എഴുതിയ കുട്ടികളാണ്, അല്ലെങ്കിൽ PSC എക്സാം എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഗവൺമെന്റിന്റെ തുളസി എന്ന് പറയുന്ന സൈറ്റിൽ കയറി ഒരു ജോബിലേക്ക് പോകുമ്പോൾ അവരൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കും.
ഇന്ന ജില്ലയിൽ ഇന്ന വേക്കൻസി ഉണ്ട്, ഇത്ര വേക്കൻസി ഉണ്ട്, ഇത്ര വയസ്സിന് താഴെ പാടുള്ളൂ, പട്ടികജാതി പട്ടികവർഗമായിരിക്കണം, അല്ലെങ്കിൽ OBC ആയിരിക്കണം, ജനറൽ കാറ്റഗറി ആയിരിക്കണം, ഇല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിരിക്കണം, അവർക്ക് ഇത്ര സീറ്റ് ഉണ്ട്, ഇനി അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ്, ഇനി എന്താണ് അവർ ചെയ്യേണ്ട ജോലികൾ, ഇങ്ങനെ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കും. ഇതിനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ എല്ലാ ഫീൽഡിലും ഒരു ജോബിനെ കുറിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇന്ന വേക്കൻസിയിലേക്കാണ് ഞങ്ങളെ വിളിക്കുന്നത്, അപ്പൊ ഇന്ന വേക്കൻസിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് ഇന്ന സ്കിൽസ് ഉണ്ടായിരിക്കണം, ഇന്ന എബിലിറ്റീസ് ഉണ്ടായിരിക്കണം, ഞങ്ങളുടെ ജോബ് ടൈറ്റിൽ ഇതാണ് ഞങ്ങളുടെ ഈ ജോലിയുടെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്, ഇന്ന കാര്യങ്ങളാണ് ഈ ജോലിക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു വിവരണം അവർ നമുക്ക് തരും. അപ്പൊ ഈ വിവരണം അറിയാതെ നമ്മൾ ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? മുന്നേ തന്നെ അവരുടെ ജോലിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ നമ്മൾ പഠിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അടുത്ത സെക്ഷനിൽ, അതായത് നെക്സ്റ്റ് ഒരു പാർട്ടും കൂടെ ഈ ഓഡിയോടെ ഉണ്ട്. അതിൽ നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്.